നമസ്കാരം. വയനാട് ദുരന്തത്തിന്റെ തീരാവേദനയിൽ കഴിയുന്ന ശ്രുതിയെ ചേർത്ത് പിടിച്ച നാട്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഈ അടുത്തിടെ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനും നഷ്ടപ്പെട്ട വേദനയിൽ ചെറിയൊരാശ്വാസം നൽകുകയാണ് ശ്രുതിക്ക് കരുതലായി പലരും രംഗത്തെത്തുകയാണ്. ഈ മരണപ്പെട്ട ശ്രുതിയുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിൽ ശ്രുതിക്ക് വേണ്ടിയുള്ള വീടൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി വ്യവസായിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ളവർ സഹായ ഹസ്തവുമായി രംഗത്തെത്തുന്നു എന്നാണ് വിവരം. ശ്രുതിക്ക് വേണ്ടുന്ന വീട് വെച്ച് നൽകാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ 10 ലക്ഷം രൂപ നൽകി എന്നതാണ് വിവരം. MLA ടി സിദ്ദിഖിനാണ് ബോബി ചെമ്മണ്ണൂർ സഹായമായിട്ടുള്ള പണം കൈമാറിയിരിക്കുന്നത്. ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നും MLA ഇതേ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചൂരൽമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം പൂർത്തിയായി കല്യാണ ഒരുക്കത്തിലേക്ക് കടക്കുമ്പോഴായിരുന്നു ശ്രുതിയുടെ ജീവിതത്തിൽ ദുഃഖം വിതച്ചുകൊണ്ട് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു, വീടും ഇല്ലാതായി. അപകടത്തിൽ പരിക്കേറ്റ് കൽപ്പറ്റയിൽ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുമ്പോഴായിരുന്നു സഹായ ഹസ്തവുമായി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത്. വീട് വച്ച് നൽകുമെന്ന് അവിടെ വെച്ച ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ശ്രുതിയുടെ താല്പര്യമനുസരിച്ച് കൽപ്പറ്റയിൽ തന്നെ വീട് വെക്കാനുള്ള തുകയാണ് വ്യവസായിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. മുന്നോട്ട് ജീവിക്കാൻ ശ്രുതിക്ക് ജോലി കൂടെ വേണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ജോലി നിലവിലെ സാഹചര്യത്തിൽ തുടരാൻ കഴിയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിനാൽ സർക്കാർ ജോലി ലഭ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തിലെ 9 പേരാണ് ശ്രുതിക്ക് നഷ്ടപ്പെട്ടത്. പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ടു. അപകടത്തിൽ 2 കാലും ഒടിഞ്ഞ ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിൽ ബന്ധുക്കളോടൊപ്പമാണ് കഴിയുന്നത്. ഒരു കാലിന് ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ കാലിനും വൈകാതെ തന്നെ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. അതിനാൽ മാസങ്ങൾ നീളുന്ന വിശ്രമം കൊണ്ട് മാത്രമേ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ ശ്രുതിക്കാകുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രുതിക്ക് സഹായഹസ്തവുമായി സ്നേഹ സാധനമായിട്ടുള്ള നിരവധി ആളുകൾ രംഗത്തേക്ക് എത്തുന്നത്. എന്തായാലും ശ്രുതിയെ പോലെ കരുതൽ വേണ്ടുന്ന നിരവധി ആളുകൾ വയനാട്ടിൽ ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ വയനാട്ടുകാർക്ക് എത്തിക്കാൻ ഉടനടി നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിലവിൽ കേന്ദ്ര സഹായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം 25-ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അന്തിമ റിപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 6 അംഗ സംഘം 2 തവണയായി ദുരന്ത മേഖലയിൽ എത്തിയിട്ടാണ് പഠനം നടത്തിയിരിക്കുന്നത്. പാറയും മണലുമൊക്കെ ഉൾപ്പെടെ 25 ലക്ഷം മീറ്റർ ക്യൂബ് വസ്തുക്കൾ ചൂരൽമലയിലേക്ക് ഒഴുകിയെത്തി എന്നാണ് നാഷണൽ സെന്റർ ഫോർ സയൻസ് സ്റ്റഡീസിലെ മുൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അതിശക്തമായ മഴയിൽ പാളികളായിട്ടുള്ള പാറയും മണ്ണും ഇറങ്ങിയതാണ് ഉരുൾപൊട്ടലിന് കാരണമായിരിക്കുന്നത്. 2-3 ഇടങ്ങളിൽ അണക്കെട്ട് രൂപപ്പെട്ട് പൊട്ടിയത് ഇതിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. നേരത്തെ 18-ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ ഒരുങ്ങിയിരുന്നു. ഓണം അവധിയെ തുടർന്നാണ് വീണ്ടും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീണ്ടത്. പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് നൽകി ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങൾ പരിശോധിച്ചൊക്കെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി എത്ര രൂപ ഓരോ കുടുംബത്തിനും നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ഉൾപ്പെടെ ലഭിച്ചു കഴിഞ്ഞാൽ വയനാട്ടുകാരെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാവിധത്തിലുള്ള നടപടികളും തുടരും എന്ന് തന്നെയാണ് വിവരം. എന്തായാലും വയനാട്ടുകാരെ ചേർത്ത് പിടിക്കാൻ നമ്മളും ഒപ്പം നിൽക്കേണ്ടതുണ്ട്.